അംബകുമാരി അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിനത്തിൽ ഏറ്റവും സുന്ദരിയാകണം. കല്യാണത്തലേന്നേക്കാൾ ഭംഗിയായ ഒരു പെണ്ണൊരുങ്ങാൻ ആഗ്രഹിക്കേണ്ടത് മറ്റെപ്പോഴാണ്? എന്റെ മാത്രമല്ലല്ലോ, സഹോദരിമാർ അംബിക അംബാലികമാരുടെ വിവാഹമല്ലേ? അവരെല്ലാം എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. എനിക്ക് മാത്രം എന്താ പ്രത്യേകത? ഓ, ഇനി അത് എന്റെ നാവിൽ നിന്ന് കേട്ട് ആനന്ദിക്കണമായിരിക്കും. അംബ, അംബിക, അംബാലികമാർ കാശിപാലന്റെ പൊന്നു മക്കൾ. അതിൽ അംബികയും അംബാലികയും അച്ഛൻ തീരുമാനിച്ചതാരെയോ അവരെ വിവാഹം ചെയ്യുന്നു. ഈ കള്ള കുറുമ്പി മാത്രം ഏറെ നാൾ പ്രണയിച്ച ശാൽവകുമാരനെ വിവാഹം ചെയ്യുന്നു. പ്രണയത്തിന്റെ ഫലപ്രാപ്തി വേളയിലല്ലേ ഒരു പെണ്ണ് ഏറ്റവും സുന്ദരിയാകേണ്ടത്? ബാല്യം മുതലുള്ള സ്വപ്നം അങ്ങനെ ഫലിക്കാൻ പോകുന്ന സഖി, തടസ്സങ്ങൾ ഏതുമില്ലാതെ. തടസ്സങ്ങളുണ്ട്. ഈ വിവാഹം നടക്കില്ല. ബോധീശ്വരൻ, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് നാം പ്രവചിക്കുന്നു. അശനിപാതങ്ങളുടെ പെരുമാരി ആകാശമണ്ഡലങ്ങളെ പിളർന്ന് കാശിക്ക് മേൽ താണ്ഡവമാടാൻ പോകുന്നു. ചരിത്രത്തിന്റെ ജാതകം ചമച്ചുകൊണ്ട് ചക്രവാളാതിരുകൾക്കപ്പുറത്തു നിന്നും ദുശകുനം പെരുമ്പറ കൊട്ടിയാടാൻ പോകുന്നു. ഇത് നമ്മുടെ പ്രവചനം. അത് മാത്രമല്ല, പലതും നാം പ്രവചിക്കുന്നു. സൂര്യൻ നാളെ മുതൽ കിഴക്കാണുദിക്കാൻ പോകുന്നതെന്നും രാത്രി ഇനി മുതൽ സന്ധ്യയ്ക്ക് ശേഷമാണെന്നും കടൽ വെള്ളത്തിന് ഉപ്പാണെന്നും നാം പ്രവചിച്ചപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇനി മുതൽ ചോര ചുമന്നും പാൽ വെളുത്തും അഞ്ജനം കറുത്തുമായിരിക്കുമെന്നും നാം പ്രവചിക്കുന്നു. ഈ ഭ്രാന്തൻ എങ്ങനെ അന്തഃപുരത്തിനകത്ത് കയറി? അല്ല, എന്നെ പിടിക്കരുത്, എന്നെ പിടിക്കരുത്. എനിക്ക് പ്രവചിക്കണം, എനിക്ക് പ്രവചിക്കണം. അമാവാസിയിൽ ചന്ദ്രൻ ഉദിക്കില്ലെന്ന് പ്രവചിക്കാൻ മറന്നുപോയി. എനിക്ക് പ്രവചിക്കണം, എനിക്ക് പ്രവചിക്കണം, പ്രവചിക്കണം, എനിക്ക് പ്രവചിക്കണം. കുമാരി, എന്നെ വിടാൻ പറയൂ കുമാരി. ഞാൻ പ്രവചിച്ചതെല്ലാം സത്യമല്ലേ കുമാരി? അന്ധന് കാണാൻ കഴിയില്ലെന്ന് ലോകത്താദ്യമായി പ്രവചിച്ചത് ഞാനല്ലേ കുമാരി? മഹാരാജാവിന് നിന്നോടുള്ള കാരുണ്യം കാരണമാ നിന്നെ ചങ്ങലക്കിടാത്തത്. അപ്പോ നീ അന്തഃപുരത്തിനകത്ത് കയറാറായോ? ഇനി നിനക്ക് തടവറയിൽ കിടന്ന് പ്രവചിക്കാം. അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കാതെ കൊണ്ടുപോകൂ. ഇത് ഇയാൾ നീ പുതിയതായതുകൊണ്ടാണ്. ബോധീശ്വരൻ ഒരു കാലത്ത് കാശിയിലെ മികച്ച ജ്യോതിഷിയായിരുന്നു. ശത്രുവിന്റെ നീക്കങ്ങൾ വരെ പ്രവചിക്കാൻ കഴിയുമായിരുന്ന മഹാജ്യോതിഷി. ഭാര്യയുടെ അകാല മരണത്തിന് ശേഷം ബോധം നഷ്ടപ്പെട്ട ബോധീശ്വരൻ. കാശിയുടെ അബോധം. ഞാനിങ്ങ് ഭയന്നുപോയി. ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ മകളെ? പിതാവ്, അംബികയും അംബാലികയും എപ്പോഴേ സ്വയംവരത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇനി നിന്റെ ഒരുക്കം മാത്രമേ ഇപ്പോൾ കഴിയും പിതാവേ. വേണമെന്നില്ല, പതിയെ മതി. നാം നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? എന്റെ 3 മക്കളിൽ ഏറ്റവും വീറും വാശിയുമുള്ളവൾ, കാശി രാജ്യത്തിന്റെ ഇന്നുവരെയുള്ള ചരിത്രത്തെ മാറ്റിമറിച്ച് ഇഷ്ടപ്പെട്ട പുരുഷന് ഭരിക്കാൻ അവകാശം സമരം ചെയ്തു നേടിയവൾ. നിന്റെ ആഗ്രഹം പോലെ ശാൽവകുമാരൻ നിന്നെ വേലി കഴിക്കാൻ പോകുന്നു. എല്ലാം പിതാവിന്റെ അനുഗ്രഹം. അങ്ങ് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലെന്ന് എനിക്കറിയാം. ഇപ്പോഴും വിസ്മയമാണ് എങ്ങനെ അങ്ങ് സമ്മതിച്ചു എന്നതിൽ. എങ്കിൽ അതിലും വലിയ മറ്റൊരു വിസ്മയമുണ്ട്. അതറിയിക്കാനാണ് നാം വന്നത്. സ്വയംവരത്തിന് ഇനിയും നാഴികകൾ ശേഷിക്കുമ്പോൾ അതിനു മുന്നേ നിന്നെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് പറയാമോ? അമ്മായി വിശ്വംഭര? അല്ല. ഇളയച്ചൻ പ്രസേനൻ?
ആവശ്യപ്പെട്ടു. സ്വയംവരത്തിനു മുമ്പ് അല്പനേരം അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അമ്പയെ കാണാൻ ആഗ്രഹമുണ്ട്. നേർക്കുനേർ പുരുഷത്വത്തോട് സംസാരിക്കുന്നവരെ നമുക്കിഷ്ടമാണെന്നറിയില്ലേ? കൂട്ടിക്കൊണ്ടുവന്നു. പുറത്തുണ്ട്, വിളിക്കാം. ശാൽവാ. കുമാരി, ഇനി ഇവിടെ നിന്നാൽ കട്ടുറും വന്ന കെട്ട പേരേക്ക് വീഴും. അകത്തുണ്ടാവും, വിളിച്ചാൽ മതി. കാശിരാജന് പ്രണാമം. എത്രയും വേഗം വേളി മണ്ഡപത്തിലേക്ക് എത്തുക. നാം അവസാനവട്ട ഒരുക്കങ്ങൾ അറിയാൻ പോവുകയായി. കുമാരി, കുമാരി, എന്തേ മിണ്ടാ നിൽക്കുന്നു? ഒരു സന്തോഷവുമില്ലാതെ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത്? നിമിഷങ്ങൾ കാലങ്ങളായി കാത്തുനിന്ന കനവ് കൺമുന്നിൽ വന്നപ്പോ എനിക്കെന്തോ ഇതുവരെയും വിശ്വസിക്കണം. ഇത് ഈശ്വരന്മാർ നമുക്കായി കാത്ത അനുഗ്രഹത്തിന്റെ മധുവർഷമാണ്. പൂവും പുഴയും പുള്ളും പൂമരവും പോലെ, മലയും മണ്ണും മാനവും മഴയും പോലെ യാഥാർത്ഥ്യം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് മുമ്പ്, ഭാര്യാഭർത്താക്കന്മാരാകുന്നതിന് മുമ്പ് ഒരല്പനേരം കാമുകി കാമുകന്മാരായി അവസാനവട്ടം നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്തേ ചിരിച്ചത്? നീ ഇന്ന് പതിവിലും സുന്ദരിയാണ്. അഴുക്ക് ചുമന്നു പറന്ന അപ്സരകന്യകളുടെ കയ്യിൽ നിന്ന് അതിലേറ്റവും മികച്ചൊരു ചേന്ത് ഈ ഭൂമിയിൽ വീണതുപോലെ ഇനി നീയും ഞാനുമില്ല, നമ്മൾ മാത്രമേയും. ദുർഗാനാമത്തിൽ സമസ്ത സദസ്സിനും പ്രണാമം. പേരും പെരുമയും കൊണ്ട് പുകഴ്പെറ്റ കാശിരാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ദിനമാണിത്. വീറും വീരവും വിളക്കേന്തിയ നമ്മുടെ സാമ്രാജ്യത്തിന്റെ വീരതരുണികൾ, നമ്മുടെ മക്കൾ അംബ, അംബിക, അംബാലികമാരുടെ മംഗല ദിനമാണിത്. അതിൽ മൂത്തവളായ അംബയുടെ വിവാഹമാണ് ഈ ഒന്നാം മണ്ഡപത്തിൽ നടക്കുവാൻ പോകുന്നത്. തുടർന്ന് രണ്ടാം മണ്ഡപത്തിൽ വെച്ച് അംബികയുടെയും മൂന്നാം മണ്ഡപത്തിൽ വെച്ച് അംബാലികയുടെയും വിവാഹം മുൻ നിശ്ചയിച്ച പോലെ നടക്കും. മുഹൂർത്തത്തിന് നേരമാകയാൽ വിശദ ഭാഷണങ്ങളില്ല. വിവാഹ കർമ്മങ്ങളിലേക്ക് കടക്കുന്നു. എവിടെ മന്ത്രങ്ങൾ മുഴങ്ങട്ടെ. കുമാര, താലി ചാർത്തിക്കൊള്ളുക. നിർത്തുക. ആരാണത്? കാശിരാജന്റെ മകളുടെ മംഗലത്തെ പാതി വഴിയിൽ വെച്ച് ചെറുക്കാനും മാത്രം ചങ്കുറപ്പുള്ളവൻ ആര്? നാമാണ് ഭീഷ്മർ, ഹസ്തിനപുരിയിലെ ഭീഷ്മർ. ഭീഷ്മർ? അതെ, ഭീഷ്മർ. ദേവവ്രതനും ഗംഗേയനുമായ ഭീഷ്മർ. വിരൽ തുമ്പുകൊണ്ട് ഭാരതവർഷത്തെ മുഴുവൻ വരുതിയിലാക്കാൻ പോന്ന ചങ്കൂറ്റമുള്ള ഭീഷ്മർ. നമ്മുടെ ശേഷിയിലോ ആർജവത്തിലോ ശങ്ക ശേഷിക്കുന്നുണ്ടോ കാശിരാജന്? അങ്ങെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്? നമുക്ക് വന്നാലും ഇരുന്നാലും നമ്മുടെ പുത്രിമാരുടെ മംഗല്യമാണ്. മംഗല്യത്തിന് തന്നെയാണ് നാമും വന്നത്. പക്ഷേ താങ്കളുടെ പുത്രിമാരുടെ മംഗല്യം നടക്കുന്നത് ഇവിടെ വെച്ചല്ല, അങ്ങ് വീരന്മാർ ചോര കൊണ്ട് ചരിത്രമെഴുതിയ മഹാഹസ്തിനപുരി. വരൻ തയ്യാറാണ്. വധുക്കളെ കൊണ്ടുപോയാൽ മാത്രം മതി.
അങ്ങ് എന്താണ് പറയുന്നത്? വ്യക്തമാക്കി പറയാം. നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അങ്ങയുടെ മക്കളുടെ വിവാഹം നടക്കുന്നു. ഇവൻ ഉൾപ്പെടുന്ന ചാവാലികളുമായിട്ടല്ല, നമ്മുടെ സഹോദരൻ വിചിത്രവീര്യനുമായി. അതിനാൽ അംബ, അംബിക, അംബാലികമാരെ കൊണ്ടുപോകാനാണ് നാം വന്നത്. മോഹിച്ചു പോയി നമ്മുടെ വിചിത്രവീര്യൻ. സമ്മതിക്കില്ല ഞാൻ. മോഹിച്ചത് നമ്മുടെ സഹോദരൻ, തീരുമാനിച്ചത് നാം. ഈ ഭീഷ്മർ കൊണ്ടുപോകുന്ന ഞാൻ. ഇവളെ മാത്രമല്ല, മറ്റു 2 മണ്ഡപങ്ങളിലും ഒരുങ്ങിയിരിക്കുന്ന അംബിക, അംബാലികമാരെയും. ചങ്കൂറ്റമുണ്ടോ അജയ്യനായ ഭീഷ്മരെ നേർത്ത് ഈ പെൺകുട്ടികളെ മോചിപ്പിക്കാൻ ആണായി പിറന്ന ആർക്കെങ്കിലും? എങ്കിൽ വാ വാ, ആളുകൾ തീരുമാനിക്കട്ടെ വീരൻ ആരാണെന്നും വിജയമാർക്കെന്നും. വാ. ഇത് ചതിയാണ്, അനുവദിക്കില്ല. അവൾ എന്റെ. ഭീഷ്മരുടെ പറഞ്ഞുപോയ പുരികരോമത്തിന്റെ ബലമില്ലാത്ത ചെറുക്ക ഒരു വാൾക്കനമെങ്കിലും ഇനി നീ അടുത്താൽ മുറിച്ചിടും നാം നിന്റെ ശിരസ്. അങ്ങ് എന്റെ മക്കളുടെ ജീവിതം തകർക്കരുത്. ഒരച്ഛന്റെ അപേക്ഷയാണ്. ഞാൻ അങ്ങയുടെ ജീവിതം തകർക്കാനല്ല, ജീവിതം കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. നിത്യരോഗിയായ വിചിത്രവീര്യന്റെ ഭാര്യയായി നമ്മുടെ സഹോദരനെ അവമതിച്ച് ഇനി ഒരു വാക്കുമൊഴിഞ്ഞാൽ അച്ഛന്റെ ശ്രാദ്ധം നടക്കും മുമ്പ് അന്യന്റെ ഭാര്യയാവേണ്ട ഗതികേട് വരും നിന്റെ മക്കൾക്ക്. എന്റെ മകൾ തുടരുന്നവളെ ചുമന്നുകൊണ്ട് രഥത്തിലേറ്റുക. അയ്യോ, എന്റെ മകൾ. അങ്ങക്ക് ഹസ്തിനപുരിയിലേക്ക് സ്വാഗതം. ഒന്നുകിൽ വിചിത്രവീരന്റെ ഭാര്യാപിതാവ് എന്ന നിലയിൽ ബന്ധുക്കളുമായി വരാം, അല്ലെങ്കിൽ ഹസ്തിനപുരിയെ തോൽപ്പിച്ച് മക്കളുമായി മടങ്ങാൻ സൈന്യവുമായി വരാം. രണ്ടായാലും വരവേൽക്കാൻ നാം ഉണ്ടാവും. ഭീഷ്മർ മഹാത്മന് പ്രണാമം. ഗുരു ഭൂരി തേജസ് മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. വരാൻ പറയും. ശമിക്കുന്നില്ലല്ലോ ഗുരു, എന്തൊരു മഴയാണ്. വെറും മഴയല്ല ഭീഷ്മരെ, മഴ. മേഘങ്ങളുടെ ചങ്ക് പിളർത്തി ഇരുമ്പു തണ്ടുകൾ പോലെ മണ്ണിൽ പതിക്കുന്ന മഴത്തുള്ളി. മണ്ണും മരങ്ങളും മാത്രമല്ല, മലയും മാനവും വരെ മുറ്റും വിധത്തിൽ പെരുവെള്ളം നിറഞ്ഞു കഴിഞ്ഞു. വൃക്ഷത്തലപ്പുകൾ പോലും കാണാനില്ല. ഉലംകുത്തി ഒഴുകുന്ന കാട്ടാറുകൾ കന്നുകാലി കൂട്ടങ്ങളെ മൊത്തമായും ഒഴുക്കിക്കൊണ്ടു പോയിരിക്കുന്നു. മലധാന്യ സമൃദ്ധമായ നമ്മുടെ അയുധായുധം കൃഷിഭൂമികൾ മലവെള്ളപ്പാച്ചിൽ തകർന്നു പോയിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ പേമഴ ഹസ്തിനപുരത്തെ കഴുത്തൊപ്പം മുക്കിക്കഴിഞ്ഞിരിക്കുന്നു. മതി മതി, ഇനി മുങ്ങാൻ ഹസ്തിനപുരി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവും കുംഭഗോപുരവും മാത്രമേ മിച്ചമുള്ളൂ എന്ന് കേൾക്കാൻ ആവതില്ലാത്തതിനാൽ മതി. ഇങ്ങനെ മഴ തുടർന്നാൽ വാരമൊന്ന് തികയും മുമ്പ് ഇങ്ങനെ വരാൻ കാരണം കന്യകാശാപമാണ് തമ്പുരാൻ. അങ്ങനെയാണ്. ഞാൻ മറ്റൊരുത്തന്റെ പെണ്ണാണെന്ന് ആണയിട്ടും നിലവിളിച്ചിട്ടും വിടാതെ അങ്ങ് കൊണ്ടുവന്ന അമ്പയുടെ കണ്ണുനീർ
അല്ലെങ്കിൽ ആ കന്യകയുടെ പാദം ഹസ്തിനപുരത്തിന്റെ മണ്ണിൽ പതിഞ്ഞ നിമിഷം കറുത്ത മാനം ഇപ്പോഴും. വീരന്മാർ പെൺകളെ ബലാൽ കൊണ്ടുവന്ന് വേളി നടത്തുന്നത് ഇത് ആദ്യമായാണോ? എത്രയോ രാജ്യങ്ങളിൽ. അടിയെന്നതറിയില്ല. നിമിത്തങ്ങളെല്ലാം പിശകാണ്. അപശകുനങ്ങളുടെ മാറാപ്പുകളും ആപത്തിന്റെ നിർനിമിത്തങ്ങളും കൊട്ടാരത്തെ വലയം ചെയ്യും പോലെ അടിയന് തോന്നും. പണ്ട് രാമപത്നിയെ കയ്യൂക്കിനാൽ കടത്തിക്കൊണ്ട് രാവണൻ ലങ്കയിലെത്തിയപ്പോ ത്രികൂട ശൈലത്തിന്റെ നെറുകയിൽ കണ്ട ദുർനിമിത്തങ്ങളെ എന്തോ ഓർമ്മ വരും. നമുക്കും പല ദുശകുനങ്ങളും തോന്നി. അവളെയും കൊണ്ടുവന്ന നിമിഷം മുതൽ ഒരു നശിച്ച കടവാവൽ പുറത്തു നിന്ന് അകത്തേക്കും തിരിച്ചു പുറത്തേക്കും സ്വസ്ഥതകളെ തകർത്തിരമ്പി പറക്കുന്നു. ഞാൻ പഠിച്ച ജ്യോത്സ്യപാഠങ്ങൾ പറയുന്നത് ഇനി അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആരോടെ? മഹാത്മൻ വിചിത്ര വീരകുമാരൻ കുമാരി അമ്പിയെ ബലമായി തൊടാൻ ശ്രമിക്കുന്നതിനിടയിൽ മച്ചിലുറപ്പിച്ചിരുന്ന ഗജരാജ വിഗ്രഹം തറയിൽ വീണ് തകർന്നു. വീണ് തകർന്നു? 11 തച്ചന്മാർ ചുമർതുളച്ച ആഴത്തിൽ ഘടിപ്പിച്ച ഗജരാജ വിഗ്രഹം തകർന്നുവെന്നോ? അവിശ്വസനീയം. ശാന്തകുമാരനെ വേൽക്കണം. അനുജത്തിമാർ അംബികയും അമ്പാലികയും രാജാവിനെ വേൽക്കാൻ സമ്മതിച്ചല്ലോ. ഈ ഉള്ളവളെ പോകാൻ അനുവദിക്കൂ. അരുത്, വിടരുത് അവളെ. വിചിത്രവീര്യ, അല്പം മദ്യപിച്ചു പോയി ദേശ. അല്പം. എപ്പോഴാണ് നിന്നെ സ്വബോധത്തിൽ കാണാനാവുക? നിന്റെ നെറുകേടും കഴിവുകേടും കാരണം നിരന്തരം അധർമ്മങ്ങൾ ചെയ്ത് കൂട്ടേണ്ടി വരുന്നത് നാമും. അവളെ നമുക്ക് വേണം, അവളെ നമുക്ക് വേണം. അടിയനെ പോകാൻ അനുവദിക്കൂ, പോകാൻ അനുവദിക്കൂ. അതാവും നല്ലോട് അഭിപ്രായം ചോദിച്ചോളൂ ജ്യേഷ്ഠ. ഭീഷ്മരെ, അവളെ പോകാൻ അനുവദിക്കുന്നു. എന്ത് പോകാൻ അനുവദിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കില്ല. കൊണ്ടുവരാൻ നിന്റെ സഹായം വേണ്ടി വന്നില്ലെങ്കിൽ പറഞ്ഞയക്കാൻ നിന്റെ സമ്മതവും ആവശ്യമില്ല ഭീഷ്മർക്ക്. അവളെ നാം പോകാൻ അനുവദിക്കുന്നു. നോക്കൂ ഭീഷ്മ മഹാത്മൻ, മഴ ശമിച്ചിരിക്കുന്നു. നീന്തിയോ നിരങ്ങിയോ പോ. ഇനി ഈ സാമ്രാജ്യത്തിന്റെ അതിരകത്ത് കാണരുത് നിന്നെ. ഞാൻ ഇത് ഭീഷ്മരുടെ കൽപ്പന. ആരാണ് നീ? അത് മനസ്സിലായി. അനുവാദമില്ലാതെ സാർവന്റെ അറയിലേക്ക് കയറാൻ മാത്രം എനിക്കാരാണ് നീ എന്നാണ് ചോദ്യം. എവിടുത്തെ? ഹസ്തിനപുരത്തെ മഹാറാണിക്ക് അമലനും ആണത്വമില്ലാത്തവനും അപമാനിതനുമായ സാർവന്റെ പള്ളിയറയിൽ എന്ത് കാര്യം? ഓഹോ, കേവലം 3 ദിവസങ്ങൾ കൊണ്ട് തെമ്മാടിയായ വിചിത്രവീരന് നിന്നെ മടുത്തോ? മത്സ്യം കഴിച്ചിട്ട് മുള്ളുപേക്ഷിക്കും പോലെ നിന്നെ ചവച്ചു തുപ്പിയോ? അതോ ആണിനെ അടുത്തറിഞ്ഞപ്പോൾ ഒരുത്തൻ മാത്രം തികയില്ല നിന്റെ മേനിക്കെന്ന് തോന്നിയോ? പിന്നെ കരുത്തനായ ഭീഷ്മർ വന്ന് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ പരിഹസിച്ച് നിന്നെ കൊണ്ടുപോകുമ്പോ എതിർത്തൊരു വാക്ക് പറയാതെ ബോധക്കേട് അഭിനയിച്ച നിന്നോട് എന്ത് പറയണമെന്ന? പണവും പ്രതാപവും ഉള്ളവനെ കാണുമ്പോ ചതിച്ചു മടങ്ങുന്നത് പെണ്ണിന്റെ പതിവ്. പക്ഷേ കണ്ടവൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്ന പതിവ് നമുക്കില്ല.
ഇറങ്ങി പോടിയുമാണ് കേട്ടവളെ. ആരിത്? കരുത്തയായ അംബകുമാരി പ്രണയിതാവിനായി ഒരു സാമ്രാജ്യത്തെ മുഴുവൻ മാനക്കേടുണ്ടാക്കി മടങ്ങിപ്പോയവളോ? അതോ നീ ഇതുവരെ പോയില്ല? ഓ, നിന്റെ ഭർത്താവ് ശാൾവനുമൊത്ത് വിരുന്നിന് വന്നതാവുമല്ലേ? പറയൂ അമ്മേ, നിനക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് വേണ്ടത്? ചാകണം. ഞാനല്ല, ഭീഷ്മർ. ഹസ്തിനപുരിയിലെ അഹംഭാവിയും അധർമ്മിയുമായ ഭീഷ്മർ ചാകണം. എനിക്ക് കൊല്ലണം. അതിനുള്ള അനുഗ്രഹമല്ലാതെ മറ്റൊന്നും വേണ്ട എനിക്ക്. ഇല്ല, അത് വരമായി നൽകാൻ കഴിയില്ല. കഴിയില്ല? പ്രപഞ്ചകാരകനും പ്രപഞ്ചകാരിയുമായ അവിടുന്ന് കഴിയില്ല? എന്തുകൊണ്ട്? അത് ഈ ജന്മം നിനക്ക് സാധ്യമാകില്ല എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട്. സാധ്യമാകും, നാം സാധ്യമാക്കും. മകനെ, ഇവിടെ മകനും പിതാവുമില്ല. വരാർത്തി വിളിച്ച് പ്രാർത്ഥിച്ച ഈശ്വരന്മാർ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ച് തപം ചെയ്തവർക്ക് അവരാഗ്രഹിച്ചത് കൊടുത്തിരിക്കും എന്നതെന്റെ വ്രതമാണ്. ആരു തടഞ്ഞാലും ഞാനിത് നൽകും. ഒരുപക്ഷെ അങ്ങ് തന്നെ തടഞ്ഞാൽ. പക്ഷേ കുഞ്ഞെ, നീ ഒന്നറിയുക, അംബ എന്ന ഈ സ്ത്രീയുടെ ജന്മാവതാര ലക്ഷ്യങ്ങളിൽ അങ്ങനെ ഒന്നില്ല. ഈ ജന്മത്തിലല്ലേ ഇല്ലാതെയുള്ളൂ, അടുത്ത ജന്മത്തിലാകാമല്ലോ. തീർച്ചയായും ദേവസേനാപതി. എങ്കിലിതാ അറുമുഖനും ആപദ്ബാന്ധവനും സംഗ്രാമ ദൈത്യമായ സ്ത്രീ മുരുകൻ അമ്പയ്ക്ക് ഒരു വാടാമാല്യം വരമായി നൽകുന്നു. സ്വീകരിക്കുക. അരുത്, അതിപ്പോൾ കഴുത്തിൽ അണിയരുത്. പരമേശ്വര, ഭഗവാൻ ശങ്കരൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ വാടാമാല്യം പ്രാർത്ഥിച്ച ശേഷം വലിച്ചെറിയും. അത് പാർവീകം എന്ന മരത്തിന്റെ കൊമ്പിൽ കുരുങ്ങിക്കിടക്കും. കാലങ്ങൾക്ക് ശേഷം വരും ജന്മത്തിൽ ഭീഷ്മരെ നേരിടാൻ പോകുന്ന എതിരാളിയായി നീ മാറുന്ന കാലത്ത് അറിയാതെ നീ ആ മരച്ചോട്ടിലെത്തും. ഈ വാടാമാല്യം അന്ന് നിന്റെ കഴുത്തിൽ തന്നെ വീഴുകയും അതുവഴി ഭീഷ്മരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യട്ടെ. അതെ, വരും ജന്മത്തിലെ ഭീഷ്മഹരണത്തിന് നമ്മുടെയും അനുഗ്രഹങ്ങൾ. വരും ജന്മം? ഈ ജന്മത്തിൽ എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഇല്ല കുമാരി, ഈ ജന്മം അവസാനിക്കുന്നതുവരെ നീ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാകൂ. ഇല്ല, അടുത്ത ജന്മം ജനിക്കാനായി ഈ ജന്മം എന്തെങ്കിലും ഒടുങ്ങുന്നത് വരെ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. എത്രയും വേഗം പുനർജന്മം ലഭിക്കാനായി, എത്രയും വേഗം ഭീഷ്മരെ അവസാനിപ്പിക്കാനായി ഞാനിതാ എന്റെ ഈ ജന്മം ഇവിടെ അവസാനിപ്പിക്കുന്നു. അഗ്നിദേവ, കരുണയുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ആളിക്കത്തുക. കാലങ്ങൾ കഴിഞ്ഞു. അമ്പയെയും അവളുടെ നൊമ്പരത്തെയും ലോകം മറന്നു. ഋതുസംക്രമണങ്ങൾ പലതു കഴിഞ്ഞു. ഇക്കാലത്താണ് പാഞ്ചാലത്തിലെ ദ്രുപദൻ തനിക്കൊരാൺകുഞ്ഞിന് വേണം എന്ന ആഗ്രഹത്താൽ ശിവഭഗവാന് മുന്നിൽ അതീവ ശക്തിയുള്ള യജ്ഞം നടത്തുന്നത്. കൽമാഷപുരിയിലെ യാചനും ഉപയാചനും നയിച്ച 1008 ദിവസം നീണ്ട മഹാരുദ്രയജ്ഞം.
മഹാരാജൻ 1008 ദിനരാത്രങ്ങൾ മനവും തനുവും ഉറങ്ങാതെ നാം നോറ്റ യാഗത്തിന് മഹാരുദ്രൻ പ്രസാദിച്ചിരിക്കുന്നു. ഫലാഭീഷ്ട സിദ്ധി ഇതാ വെളിപ്പാടകലെ വിജയസ്മിതവുമായി നിൽക്കുന്നു. യജ്ഞാധിപനായ അങ്ങ് ആഗ്രഹം പറഞ്ഞാലും മറ്റെന്ത്? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വ്യാഴവട്ടക്കാലമാവുന്നു. ഇതുവരെ മക്കളില്ലാത്ത നമ്മുടെ രാജ്യം അനന്തരാവകാശികളില്ലാതെ അനാഥത്വത്തിന്റെ വറുതിയിലാണ്. ശിവഭഗവാന്റെ കാരുണ്യത്താൽ നമുക്കൊരു കരുത്തനായ ആൺകുഞ്ഞിനെ വേണം. വീരനായി മാറുന്ന ഒരു ആൺകുട്ടി. കൈയും മനവും കൂപ്പി ഏകാഗ്രമായ മനസ്സിൽ ധ്യാനിച്ച് 3 കുമ്പിൾ നറുനെയ് യാഗാഗ്നിയിലേക്ക് എത്തിക്കുക. അയ്യോ ഗുരു, അഗ്നി കെട്ടു. അയ്യോ, യാഗഫലലബ്ധിക്കായി അഗ്നിദേവൻ കണ്ണടച്ചു തന്നതാണ്. ഭയക്കണ്ട, പ്രാർത്ഥിച്ചോളൂ. അല്ലയോ ദ്രുപദ, ഈ പരമേശ്വരൻ നിന്റെ യജ്ഞയാഗങ്ങളിൽ സംപ്രീതനാണ്. ഈ കുഞ്ഞ് വീരനായി മാറും. സ്വീകരിക്കുക. ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. മയിലിനെ പോലെ അഴകുള്ള കുഞ്ഞ്. ഇല്ല ഇല്ല, ഇത് ആൺകുഞ്ഞല്ല, പെൺകുഞ്ഞാണ്. പെൺകുഞ്ഞാണ്. മഹാരാജൻ, അങ്ങ് എന്താണ് കാട്ടിയത്? ഞാൻ ഭഗവാൻ ശ്രീശങ്കരനോട് ആവശ്യപ്പെട്ടത് ആൺകുഞ്ഞിനെയാണ്. ഈ കുഞ്ഞ് പെണ്ണാണ്. എന്നെ ഭഗവാൻ ചതിച്ചു. എന്നെ ചതിച്ചു. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഭക്തന്മാരെ ചതിക്കുമെന്നോ? ഒരിക്കലുമില്ല. ആണിനെ ആവശ്യപ്പെട്ടിട്ട് പെൺകുഞ്ഞിനെ തന്നെങ്കിൽ അതിലെന്തെങ്കിലും ലീലാവിലാസം ഉണ്ടാവും. അങ്ങ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകൂ. ആണായി വളർത്തു. ഈ കുഞ്ഞ് വീരനായി മാറുമെന്ന് ഭഗവാൻ അരുളി ചെയ്തെങ്കിൽ അത് സംഭവിച്ചിരിക്കും. എങ്കിലും മഹർഷി, സംശയമരുത്. സമാഹ്ലാദം സ്വീകരിക്കുക. ശിഖി അഥവാ മയിലിന്റെ മുഖശ്രീയുള്ള ഇവളെ ശിഖണ്ഡിനി എന്ന് പേരിടുക. പൊതുമധ്യത്തിലാണെന്ന് തോന്നാൻ ശിഖണ്ഡി എന്ന് വിളിക്കുക. സ്വീകരിച്ചാലും ശിഖണ്ഡി, ശിഖണ്ഡി. വ്യാജമഹർഷി പറഞ്ഞത് മറച്ചുവെച്ച് അവളെ ആണായി തന്നെ വളർത്തി ദ്രുപദരാജൻ. മകളോട് പോലും അവൾ പുരുഷനാണെന്ന് വിശ്വസിപ്പിച്ചു. പക്ഷേ വളർന്നു വരുമ്പോഴേക്കും പുരുഷവേഷത്തിലുള്ള ഉള്ളു നിറഞ്ഞ പെണ്ണായി അവൾ അഥവാ അവൻ വളർന്നു. ശിഖണ്ഡിക്ക് ശേഷം വർഷങ്ങൾക്കിപ്പുറത്ത് ശക്തി സംഭവയാഗത്തിലൂടെ ദ്രുപദന് ദൃഷ്ടിദ്യുമ്നനെയും പാഞ്ചാലിയെയും മക്കളായി ലഭിച്ചു. ഇന്ന് ശിഖണ്ഡി ഒത്ത യുവത്വത്തിലെത്തിയിരിക്കുന്നു. മഹാരാജാവ് എഴുന്നള്ളുന്നു. മകനെ, സന്തോഷമാണ് പിതാവിന്. പലരും നിന്റെ രൂപത്തെയും ഭാവത്തെയും അപഹസിക്കുമ്പോഴും എനിക്കുറപ്പുണ്ട് ഭഗവാൻ ശ്രീശങ്കരന്റെ വരദാനമായ നീ നാളെ എന്റെ അഭിമാനമാവുമെന്ന്. അനുദിനം നീ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മതി പിതാവേ, ഇത് മതി. ഈ വാക്കുകൾ മാത്രം മതി. ഉൾമനസ്സിൽ ബോധം വിളങ്ങിയ നാൾ മുതൽ കേൾക്കുന്ന പരിഹാസങ്ങളെ, അപഹാസത്തിന്റെ പരസഹസ്രം നോട്ടങ്ങൾ
വന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ അവർ രണ്ടാളും എന്നെ കൂടെ കൂട്ടുകയോ എന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യില്ലല്ലോ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു ദിനം നിന്നെ അവർ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു നിമിഷം വരും. നിനക്ക് നാം ഒരു വിശിഷ്ടമായ സമ്മാനം നൽകുന്നുണ്ട്. നമ്മുടെ മുത്തച്ഛൻ നമ്മുടെ പിതാവിനും പിതാവ് നമുക്കും സമ്മാനിച്ചതാണ്. ഇപ്പോൾ നാം നിനക്കിത് നൽകുന്നു. ഇത് ശിഖണ്ഡിയുടെ ജീവിതത്തിലെ പുണ്യമുഹൂർത്തം, ഞങ്ങളുടെ ജീവിതത്തിലെ ശാപമുഹൂർത്തവും. അനുജത്തി പാഞ്ചാലി, നീ എന്താണ് മകളെ പറഞ്ഞത്? ശാപമെന്നോ? പിന്നല്ലാതെ അങ്ങയുടെ 3 മക്കളിൽ പുരുഷ ഗുണമെല്ലാം തികഞ്ഞ ദൃഷ്ടദ്യുമ്നനുണ്ട്. തരുണീ ഗുണങ്ങളെല്ലാം സ്വായത്തമാക്കിയ ഈ പാഞ്ചാലിയുണ്ട്. എനിക്കോ ദൃഷ്ടദ്യുമ്നനോ തൊട്ടു നോക്കാൻ പോലും നൽകാത്ത അങ്ങയുടെ വജ്രമാല, പാഞ്ചാലത്തിന്റെ പാരമ്പര്യത്തിന്റെ ഹാരം, അതെങ്ങനെ ശിഖണ്ഡിക്ക് മാത്രം കൊടുക്കുവാൻ അങ്ങേക്ക് തോന്നി? അതാണ് പാഞ്ചാലി പക്ഷഭേദം. സംശയമുണ്ടോ? എവിടെ ചെന്നാലും മാനം കെടുകയാണ് ജ്യേഷ്ഠൻ ശിഖണ്ഡിയുടെ പേരിൽ. നായാട്ടിന് പോകുമ്പോൾ അയൽ രാജ്യങ്ങളിലെ യുവരാജാക്കന്മാർ അപഹസിക്കുന്നു. ഇനമേതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പാഞ്ചാലത്തിന്റെ അനന്തരാവകാശിയെ പറ്റി. അത് പോട്ടെ എന്ന് വെക്കാം. ഇവിടെ നമ്മുടെ സ്വന്തം രാജ്യത്ത് അന്തഃപുര നാരികൾക്കിടയിൽ പോലും മർമ്മരങ്ങൾ. അച്ഛന്റെ അഹമ്മതിയാണ് ഇവന് നൽകുന്ന പക്ഷപാതം. ദൃഷ്ടദ്യുമ്ന, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പിറവിദോഷത്തിന്റെ ഭാരം പേർന്ന ഞാൻ സഹിക്കാം, സഹിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. പക്ഷേ പിതാവിനോട് ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യുമെന്ന് പറയടാ, ആണും പെണ്ണും കെട്ടവനെ. എടാ, പക്ഷേ പിതാവേ, അറിവായ കാലം മുതൽ കേൾക്കുന്ന ആണും പെണ്ണും കെട്ടവരെന്ന വിളി അതെനിക്ക് എന്നോട് പൊറുക്കുക. ആണിന്റെയും പെണ്ണിന്റെയും പൂർണ്ണ ഗുണങ്ങളില്ലാത്ത നിന്നെ പിന്നെ എന്ത് വിളിക്കണം? വേഷത്തിലാണും കർമ്മഭാവങ്ങളിൽ പെണ്ണും, മാനം കെട്ട ജന്മം. വാ ചേഷ്ട. എത്ര നാൾ ഇങ്ങനെ മാനക്കേടിന്റെ മഹാനരകങ്ങളും പേറി ഞാൻ ജീവിക്കും പിതാവേ? ഒരു സംശയം, ഒരേ ഒരു സംശയം. മഹാരുദ്ര യജ്ഞത്തിൽ അങ്ങേക്ക് എന്നെ ലഭിച്ചെന്നാണ് അങ്ങയോട് പറഞ്ഞിട്ടുള്ളത്. ആ അങ്ങയോട് സ്വത്ത് സംഘർഷം നേരിടുന്ന ഈ ഉള്ളവന്റെ ചോദ്യം, ഞാൻ ആരാണ്? ഈ ശിഖണ്ഡി ആരാണ്? ആണോ പെണ്ണോ അതോ നപുംസകമോ? ഭഗവാൻ ശ്രീശങ്കരനാണ് എനിക്ക് നിന്നെ നൽകിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ വീരനായ പുത്രനാകുമെന്നാണ്. രജതപർവ്വതം വാഴും മഹാമഹേശന്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. നീ ആണാണ്, അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്. നിന്നെ ഞാൻ എല്ലാം തികഞ്ഞൊരു കന്യകയെ കൊണ്ട് വിവാഹം ചെയ്യിക്കും. അതിൽ നീ വിജയിക്കുന്നതോടെ സകല അപമാനങ്ങളുടെയും അപഗണനകളുടെയും കറകൾ കഴുകപ്പെടും. പിതാവേ, അത് നാം തീരുമാനിച്ചു കഴിഞ്ഞു. ആരവിടെ? ശിഖണ്ഡി കുമാരൻ അനുയോജ്യരായ വധുക്കളെ തേടി നാടെങ്ങും ദൂതർ പോകട്ടെ. ഏറ്റവും വലിയ ആഘോഷമായി തന്നെ ശിഖണ്ഡിയുടെ വിവാഹം നടന്നു. ദശാർണത്തിലെ ഹിരണ്യവർമ്മന്റെ മകൾ ഹിരൺമയി ശിഖണ്ഡിയുടെ വധുവായി വലങ്കാൽ ചവിട്ടി ദ്രുപദത്തിലേക്ക് വന്നു.
ശിഖണ്ഡിയുടെ മധുവിധു രാത്രിയാണ്. മഹാദേവ, ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു ദിവസത്തിലേക്കാണ് ഈ ശിഖണ്ഡി യാത്ര ആരംഭിക്കുന്നത്. ആഘോഷിക്കുകയാണ് പാഞ്ചാല രാജ്യം അവരുടെ സീമന്ത രാജകുമാരന്റെ മംഗലത്തെ. പക്ഷേ ആശങ്കകളുടെ ജലൗഘം ഈ ഉള്ളവന്റെ മനസ്സിനെ മൂടുകയാണ്. അശാന്തിയുടെ അശനിപാതം കാട്ടുപടനിലങ്ങളുടെ അർപ്പിക്കുന്ന മൂടൽ പോലെ മനസ്സാകെ പ്രക്ഷുബ്ധതകളുടെ ഒരു പേമാരി അലർന്നു. വിവാഹത്തോടെ ശരിയാകുമെന്ന് ശ്രീ പരമേശ്വര പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ച് പിതാവ് തന്ന സമാശ്വാസം മാത്രമാണ് ഒരു പ്രതീക്ഷ. അവൾ ഹിരൺമയി, എന്റെ വധു. എല്ലാം നശിക്കും. നനവ് കണ്ടതും കൈവെള്ളയിൽ വന്നതും കരളിൽ പറഞ്ഞുറപ്പിച്ചതും എല്ലാം കടല് കൊണ്ടുപോയ തിരമണ്ണ് പോലെ നശിക്കും. നാശം. എത്ര കുടിച്ചിട്ടും മത്ത് പിടിക്കുന്നില്ല. മദ്യത്തിന്റെ വീര്യം കുറഞ്ഞതോ ആശങ്കകളുടെ വീറ് കൂടിയതോ? ദൃഷ്ടദ്യുമ്ന, നീ ഇതെവിടെയായിരുന്നു പാഞ്ചാലി? ആളെ അയച്ചത് 3 തവണ. നേരം എത്രയായെന്ന് എന്റെ ഉടപ്പുറപ്പിൽ വല്ല നിശ്ചയമുണ്ടോ? പാതിരാത്രി കഴിഞ്ഞ് പുലർച്ചയോടടുക്കുന്നു. സേവകർ വന്ന് വിളിച്ച ആദ്യ 2 തവണയും ഞാൻ അറിഞ്ഞത് കൂടിയില്ല. നിനക്കുറങ്ങാമല്ലോ. കാട്ടുമാനിന്റെ തോല് കൊണ്ട് നനഞ്ഞ കമ്പളം പുതച്ച് ഊർക്കം വലിച്ചുറങ്ങാം. നഷ്ടപ്പെടുന്നവന്റെ നീറ്റൽ അല്ലാത്തവർക്ക് അറിയണ്ടല്ലോ. ഉടപ്പുറപ്പേ, നീ എന്താണ് ഇങ്ങനെ? എന്തിനാണ് ഇങ്ങനെ? നിനക്ക് എന്ത് നഷ്ടപ്പെട്ടു? എനിക്ക് എന്ത് അധികമായി കിട്ടി? എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലേ? എന്റെ എന്ത് കേൾക്കാനാണ് നായ്ക്കളെ കണ്ണും നട്ട് നിൽക്കുന്നത്? ദൃഷ്ടദ്യുമ്ന, എന്താണ് പറ്റിയത് നിനക്ക്? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പരവേശവും വെപ്രാളവും ഉന്മാദമായോ നിനക്ക്? ഉന്മാദിയായി പോകും പാഞ്ചാലി ഞാൻ ഏത് നിമിഷവും. അകത്ത് പ്രത്യേകം സജ്ജമാക്കിയ പള്ളിയറയിൽ ഗാന്ധാരത്തിലെ അകിൽപ്പുകയിലും രേവതത്തിലെ പട്ടുമത്തയിലും പ്രഥമ രാത്രി ആഘോഷിക്കുന്നു ശിഖണ്ഡി. അതോർത്താൽ എനിക്ക് എങ്ങനെ ഉന്മാദിയാകാതിരിക്കാൻ കഴിയും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഇന്നലെ വരെ കഴിവ് കെട്ടവനെന്നും ആണത്തമില്ലാത്തവനെന്നും നപുംസകമെന്നും ഞാനും നീയും അപഹസിച്ചൊടുക്കിയ ശിഖണ്ഡി അവൻ ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്നും അതിന് നമ്മുടെ പിതാവ് തുനിയില്ലെന്നും ഞാൻ കരുതി. ഇന്നത് നടന്നു. ഇനി അവൻ കുടുംബജീവിതത്തിൽ ശോഭിക്കുന്നതോടെ പിതാവിന് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കും. അതിനൊന്നുമില്ലേ? അവനോട് പിതാവിന് വിശ്വാസം വന്നാൽ അവൻ പ്രാപ്തനാണെന്ന് അദ്ദേഹത്തിനും രാജ്യ